എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VPK ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചലനവും ബലവും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ LGSന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ SCERT ടെക്സ്റ്റിലുണ്ട്, ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുകയാണ്. SCERT ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. വളരെ സിമ്പിളാണ്. ഇനി സയൻസിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട, കാരണം 8ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങുകയാണ് ചലനവും ബലവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. ടെക്സ്റ്റ് മൊത്തമായിട്ട് വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ ഈ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരാളിരിക്കുന്നുണ്ട്. അയാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല അല്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നില്ല. അതേസമയം പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുക, അയാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നുണ്ടോ? നമ്മുടെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചലിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലിക്കുന്നില്ല, മറ്റൊരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബോക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കറങ്ങുന്ന ജെയിൻറ്റ് വീലിലെ കുട്ടി. അപ്പോൾ കറങ്ങുന്ന ജെയിൻറ്റ് വീലിലെ കുട്ടിയെ അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ചിട്ട് കറങ്ങുന്ന ജെയിൻറ്റ് വീലിലെ കുട്ടി എങ്ങനെയായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും അല്ലേ? അപ്പോൾ ജെയിൻറ്റ് വീലിൽ അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മൾ നിശ്ചലാവസ്ഥയിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രെയിനിൻ്റെ എക്സാമ്പിൾ പോലെ തന്നെ. ഇനി തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ചലനാവസ്ഥയിലാണ് കേട്ടോ. ഇനി കുതിര സവാരി ചെയ്യുന്ന ആൾ, കുതിരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുതിരയുടെ മുകളിലാണ് അയാൾ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ കുതിര നീങ്ങുന്ന അനുസരിച്ചിട്ട് ഇയാളും നീങ്ങുന്നുണ്ട്. അപ്പോൾ കുതിരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നിശ്ചലാവസ്ഥയിലാണ്. അതേസമയം തറയെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ, ഗ്രൗണ്ടിനെ വെച്ച് നോക്കുമ്പോഴോ കുതിര നീങ്ങുകയാണ് അല്ലേ? അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ചലനാവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, ഇനി പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല. കിളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താ പറ്റുന്നത്? പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ലയാണ്. അപ്പോൾ കിളി പറന്ന് പോകുമ്പോൾ തന്നെ ആ മരച്ചില്ല കൊക്കിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നിശ്ചലാവസ്ഥയാണ്. ശരിയല്ലേ? തറയിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അത് ചലനാവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആൻസർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുവരെയായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യം എന്താ? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? റെഫറൻസ് പോയിന്റ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഏതൊരു വസ്തുവും ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനെ അടിസ്ഥാനമാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അവലംബക വസ്തു എന്ന് പറയുക. ഇപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രെയിനിൽ അവലംബക വസ്തു ഏതാ? നമ്മുടെ അടുത്തൊരു കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ് അല്ലെങ്കിൽ നമ്മൾ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ആ കുട്ടിയാണ് അവിടുത്തെ അവലംബക വസ്തു. ഇനി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളാണ് അവിടുത്തെ അവലംബക വസ്തു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക? അവലംബക വസ്തു എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ? ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. 400 മീറ്റർ ട്രാക്കിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കുന്ന ഒരാൾ സഞ്ചരിച്ചിട്ടുള്ള പാതയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 400 മീറ്റർ ഉള്ള ട്രാക്കാണ്. ഓക്കെ, അപ്പോൾ 2 റൗണ്ടാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എത്ര വരും? 800 മീറ്ററാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ള ദൂരം. മനസ്സിലായല്ലോ? ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ചിട്ടുള്ള പാതയുടെ നീളമാണ് ദൂരം. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിൽ നിന്ന്
ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് സഞ്ചരിച്ചു എന്ന് വിചാരിച്ചോളൂ. കാണുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്ക് സഞ്ചരിച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. ഇനി തിരിച്ച് ഇയാൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് തിരിച്ച് സഞ്ചരിക്കുകയാണ്. അപ്പോൾ 500 മീറ്റർ തന്നെയാണല്ലോ. അപ്പോൾ മൊത്തം എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മൊത്തം എത്ര ദൂരം കവർ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 1000 മീറ്റർ അല്ലേ. 500 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 1000 മീറ്ററാണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്. ദൂരം എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ ഈ 1000 മീറ്ററിനെ നമുക്ക് വേണമെങ്കിൽ കിലോമീറ്ററിൽ എഴുതാം അല്ലേ. എങ്ങനെയാണ് കൊടുക്കുക? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ദൂരം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താ നമ്മുടെ ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ചിട്ടുള്ള പാതയുടെ നീളം അല്ലേ. ആ പാതയുടെ നീളത്തെയല്ലേ നമ്മൾ ദൂരം എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തു സഞ്ചരിച്ചിട്ടുള്ള പാതയുടെ നീളത്തെയാണ് നമ്മൾ എന്ത് പറയുക? ദൂരം എന്ന് പറയാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ദൂരം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ദിശ പറയില്ല കേട്ടോ. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ദിശ പറയില്ല. ഓക്കെ, ദൂരത്തിൻ്റെ SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് മീറ്റർ ആണ് കേട്ടോ. എന്താണ് ദൂരത്തിൻ്റെ SI യൂണിറ്റ്? SI യൂണിറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം. ദൂരം അല്ലേ, നമ്മൾ മീറ്ററിലാണ് സാധാരണ പറയാം. ഇനി നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ വണ്ടിയിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഉപകരണം നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏത് ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതിനെ പറയുന്ന പേരാണ് ഓഡോമീറ്റർ. വണ്ടി എത്ര ഓടി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മീറ്റർ കേട്ടോ. അതിനെന്താ പറയുക? ഓഡോമീറ്റർ. ഇതും ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓഡോമീറ്റർ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ്? ഡിസ്റ്റൻസ് ആണോ, ദൂരമാണോ, അല്ലെങ്കിൽ വേഗതയാണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഏതാണ് ഓഡോമീറ്റർ? വണ്ടി എത്ര ദൂരം ഓടി. അപ്പോൾ ദൂരം അളക്കാനായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഓഡോമീറ്റർ എന്ന് പറയുന്നത്, ഉപകരണമാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ. എല്ലാവരും പഠിച്ചു വെച്ചേക്കണേ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക. നമ്മൾ എന്താണ് ദൂരം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എയിലായിരിക്കുമ്പോൾ സഞ്ചരിച്ചിട്ടുള്ള ദൂരം എത്രയാണ്? എയിലായിരിക്കുമ്പോൾ എത്രയാണ്? 0 ആണ് അല്ലേ. സഞ്ചരിച്ചിട്ടുള്ള ദൂരം 0 ആണ്. ഇനി ബിയിലെത്തുമ്പോഴോ, ബിയിലെത്തി കഴിയുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? 60 കിലോമീറ്റർ. കാണുന്നുണ്ടല്ലോ, 60 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ അതേപോലെ ഓരോ പോയിന്റിലും എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് എല്ലാവരും ആൻസർ ചെയ്യണേ. പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വേഗമാണ്. വേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ കുറേ പേര് ഓടുന്ന പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വേഗത എന്ന് പറഞ്ഞാൽ എന്താ? വേഗത അല്ലെങ്കിൽ വേഗം, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഒന്ന് വേഗം പറഞ്ഞു തന്നെ. സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം എന്ന് പറയുന്നതാണ് വേഗത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനേഷൻ നോക്കാം. യൂണിറ്റ് സമയത്തിൽ. എന്താണ് യൂണിറ്റ് സമയം? ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ അടിയിലല്ലേ എഴുതിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ യൂണിറ്റ് എന്ന് പറയണം കേട്ടോ. അടിയിലാണെങ്കിൽ യൂണിറ്റ് സമയത്തിൽ. ഓക്കെ, യൂണിറ്റ് സമയത്തിൽ. പിന്നെ ബാക്കി വായിക്കാം. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ചിട്ടുള്ള ദൂരമാണ്. വസ്തു സഞ്ചരിച്ചിട്ടുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? വേഗത അല്ലെങ്കിൽ വേഗം എന്ന് പറയാം. മനസ്സിലാവുണ്ടോ? യൂണിറ്റ് സമയത്തിൽ, ഇക്വേഷൻ നോക്കിയേ. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ചിട്ടുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? വേഗത എന്ന് പറയാം. പഠിച്ചില്ലേ? വളരെ എളുപ്പമല്ലേ. ഇനി അതിൻ്റെ SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗത സാധാരണ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണോ പറയുക? അല്ല അല്ലേ, കിലോമീറ്റർ പെർ അവറിലാണ് നമ്മൾ സാധാരണ വാഹനങ്ങളുടെ വേഗത നമ്മൾ പറയാറുള്ളത്. ഇനി കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് വേഗത? വേഗത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് യൂണിറ്റ് സമയത്തിൽ എത്രത്തോളം സഞ്ചരിച്ചു അല്ലെ, എത്രത്തോളം ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വാഹനങ്ങളിലാണെങ്കിൽ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറയും. ശരിയല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഇനി ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് സമവേഗവും അസമവേഗവുമാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ.
ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് വന്നാൽ മതി. നമ്മൾ പറഞ്ഞു യൂണിഫോം സ്പീഡല്ലേ, അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? ദൂരം ബൈ സമയം അല്ലേ, ഇതല്ലേ നമ്മൾ പറഞ്ഞേ? സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയം. ഇനി നമ്മുടെ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ, ഇവിടെ നോക്കുക സമയം അടിയിലാണല്ലോ, അപ്പോൾ തുല്യ സമയ ഇടവേളകളിൽ, അപ്പോൾ അടിയിൽ ഞാൻ തുല്യം എന്ന് എഴുതി കേട്ടോ. പിന്നെ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ അതിനെന്ത് പറയുക? സമവേഗത്തിലാണെന്ന് നമ്മൾ പറയും, അതായത് യൂണിഫോം സ്പീഡിലാണെന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ എന്താണ്? ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് സമവേഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്ലോക്കിൽ കേട്ടോ, ക്ലോക്കിൽ സൂചിയൊക്കെ നീങ്ങുന്നത് സമവേഗത്തിലാണ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അതേസമയം പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും പന്ത് ഉരുളുന്നതും ഇതൊന്നും സമവേഗത്തിലല്ല അല്ലേ, അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് അസമവേഗത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസമവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ, അതിൻ്റെ നിർവചനം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും? ഇവിടെ നമ്മൾ പറഞ്ഞു ഈക്വൽ ടൈമിൽ അല്ലെങ്കിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമവേഗമാണ് അല്ലേ. അപ്പോൾ അസമവേഗമാണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ലെങ്കിൽ കേട്ടോ, ദൂരത്തിൻ്റെ അവിടെ വ്യത്യാസം വരികയാണെങ്കിൽ തുല്യ ദൂരം അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്നതാണ് അതിനെ അസമവേഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ സമയം ഇടവേള എന്ന് പറയുന്നത് സെയിം ആയിരിക്കും കേട്ടോ. അത് ഒന്ന് പഠിച്ചു പോണേ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ, പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും പന്ത് ഉരുളുന്നതും എല്ലാം കറക്റ്റ് ഇൻ്റർവെല്ലായിരിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അല്ല, സെയിം ഇൻ്റർവെൽ ആണെങ്കിലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ അസമവേഗത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാം ബലം. ബലം എന്ന് പറഞ്ഞാൽ എന്താ? ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലേ, ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ കാണാൻ പറ്റും, ഒരാൾ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അവിടെ പുള്ളിയാണ്, വലിക്കുകയാണ്. ഇവിടെ ഉന്താണ്. രണ്ടാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഉന്താണ്. അപ്പോൾ ഒരു പുഷ് അല്ലെങ്കിൽ പുള്ളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോഴ്സ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ PSC എക്സാമുകളിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞുള്ള സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലം. ഓക്കെ, അപ്പോൾ ബലം നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. ഇനി അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവുമാണ്. സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ് കേട്ടോ. എന്താണ്? കോണ്ടാക്റ്റ് ഫോഴ്സ്. ഒരു കോണ്ടാക്റ്റ് വേണം. സമ്പർക്കരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? കോണ്ടാക്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പിന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സമ്പർക്കം ഇല്ല. കോണ്ടാക്റ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. മുട്ടിയില്ലെങ്കിലും ഈ പിന്ന് ഇതിനകത്തോട്ട് അട്രാക്റ്റ് ആവും അല്ലേ. കുറച്ച് ദൂരെ വെക്കുകയാണെങ്കിലും സമ്പർക്കരഹിതമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ, അവിടെ അട്രാക്റ്റ് ആവും. ഇനി മാങ്ങയുടെ കേസാണെങ്കിലോ മാങ്ങ താഴത്തേക്ക് വീഴും. കാരണം എന്താ? ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ മൂലം അല്ലേ, ഗുരുത്വാകർഷണ മൂലം മാങ്ങ താഴത്തേക്ക് വീഴും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് വരണില്ല അല്ലേ. ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, ഇതേപോലെ ചുറ്റിക എടുത്തിട്ട് ആണിയിലടിക്കണം. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട്, ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കേസാണെങ്കിൽ ആദ്യത്തെ രണ്ട് കേസാണെങ്കിൽ അത് സമ്പർക്കരഹിത ബലവും മൂന്നാമത്തെ കേസാണെങ്കിൽ അത് സമ്പർക്ക ബലവുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ ഇനിയും ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെയ്തു നോക്കണം. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്നുള്ളത് നോക്കാം. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. നമ്മൾ പറഞ്ഞു കോണ്ടാക്റ്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുക? സമ്പർക്ക ബലം എന്ന് പറയുക. വസ്തുവുമായിട്ട് സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് കേട്ടോ. അവിടെ കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഘർഷണബലം. ഇമ്പോർട്ടൻ്റ് ആണ്. ഘർഷണബലം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എന്താണ് ഘർഷണബലം? ഫ്രിക്ഷണൽ ഫോഴ്സ്. നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം കേട്ടോ. അതായത് ഇപ്പോൾ തറയിൽ ഞാനിപ്പോൾ ഒരു പന്ത് ഉരുട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ആ പന്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുമോ? ഇല്ല അല്ലേ. കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കില്ലേ. അപ്പം നിൽക്കാനുള്ള റീസൺ എന്താ? ഈ പന്തും തറയും തമ്മിലൊരു
കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ, അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പന്ത് നീങ്ങുന്നത് എങ്ങനെയാണെങ്കിൽ തറ ഈ പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ നീങ്ങുന്നതിനെ എതിർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ഓക്കെ, അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് കാരണം കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഘർഷണബലം എന്ന് പറയുക. ഓക്കെ, എന്താ പറയുക, ഘർഷണബലം. അപ്പോൾ ഇങ്ങനെയുള്ള ഘർഷണബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ പന്ത് ഇങ്ങനെ നിൽക്കുന്നത്, കുറച്ച് നീങ്ങി കഴിയുമ്പോൾ നിൽക്കാനുള്ള റീസൺ വരുന്നത്. ഓക്കെ, കൂടുതൽ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എന്താ പറ്റുന്ന ഒരാൾ ഇതേപോലെ ഒരു പെട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടാണ് ഈ പെട്ടി നീങ്ങാനായിട്ട്, കുറേ ടൈം എടുക്കുന്നുണ്ട്, ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണബലം എന്ന് പറയുന്നത് കൂടുതലാണ്. അത്രയും കോണ്ടാക്റ്റ് ഇല്ലേ, ഈ നമ്മുടെ പെട്ടിയും തറയും തമ്മിൽ അത്രയും കോണ്ടാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഘർഷണബലമുണ്ട്. രണ്ടാമത്തേലാണെങ്കിൽ എന്താ പറ്റുന്നത്, ഇവിടെ 2 വീലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീല് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്രയും കോണ്ടാക്റ്റ് കുറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഘർഷണബലം കുറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ അല്ലേ, സമയം കുറച്ചെടുക്കുകയുള്ളൂ. കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇയാൾക്കത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഫോഴ്സ് കുറച്ച് മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഘർഷണം നിത്യജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ഘർഷണബലം എന്തൊക്കെയാണ്, നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ നമുക്ക് നോക്കാം. 2 രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യും അല്ലേ. അതായത് ഇപ്പോൾ തീപ്പെട്ടി ഇങ്ങനെ കത്തിക്കുമ്പോൾ അവിടെ എന്താ പറ്റുന്നത്, അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നടക്കും, അതുകൊണ്ടാണ് അവിടെ തീ വരുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ ഗ്ലാസ്സിനെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത്, വസ്തുക്കളെ മുറുക്കെ പിടിക്കാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്, ഘർഷണം കൊണ്ടാണ് കേട്ടോ, ഘർഷണ ബലം കൊണ്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അതേപോലെ തന്നെ ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാൻ സഹായിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബോളിൻ്റെ കേസ് പറഞ്ഞ പോലെ ബോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഘർഷണബലം ഉള്ളതുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാഹനം, ഓടുന്ന വാഹനങ്ങളെ തെന്നാതെ നീങ്ങാനായിട്ട് സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഘർഷണ ബലം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞുള്ള പ്രയോജനങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് നടക്കാൻ കഴിയുന്നു, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് നടക്കാൻ കഴിയുന്നു, എന്തുകൊണ്ടാണ് വേണമെങ്കിൽ ഘർഷണബലം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ഫോഴ്സുകൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, അത് ഘർഷണബലം കൊണ്ടാണ്. ഇനി ഘർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലായല്ലോ. ഇനി എല്ലായ്പ്പോഴും ഘർഷണം പ്രയോജനകരമാണോ? അപ്പോൾ അതിന് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ടയറിൻ്റെ തേയ്മാനം. അപ്പോൾ ഇതേപോലെ കോണ്ടാക്റ്റ് വരുമ്പോൾ, നമ്മുടെ ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോൾ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അത് തേയ്മാനം സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള തേയ്മാനം, ടയറിൻ്റെ തേയ്മാനം, കാൽമുട്ടിൻ്റെ തേയ്മാനം. ഘർഷണം കൊണ്ട് മറ്റു ദോഷങ്ങളും ഉണ്ട് അല്ലേ. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കുന്നു. ഭാഗങ്ങൾക്കിടയ്ക്ക് സുഗമമായിട്ടുള്ള ചലനത്തിന് തടസ്സം നേരിടുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് നല്ല രീതിയിലും മോശപ്പെട്ട രീതിയിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും അതിൽ നല്ല ഭാഗവും അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഘർഷണബലത്തിൻ്റെ കേസ്. ഇനി ഈ ഘർഷണം അല്ലെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യും, സ്നേഹകങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്നേഹകങ്ങൾ, ഇതിൻ്റെ മലയാളം അറിഞ്ഞു വയ്ക്കണം കേട്ടോ. എന്താണ് സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ, സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്ന പദാർത്ഥമാണ് സ്നേഹകങ്ങൾ. അപ്പോൾ സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ, നമുക്കറിയാം സർഫസുകൾക്കിടയിലാണല്ലോ, സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണല്ലോ. അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുക, സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്നേഹകങ്ങൾക്ക് ഉദാഹരണം നിങ്ങൾക്കറിയാവോ, ജസ്റ്റ് ആലോചിച്ചിട്ട് പറഞ്ഞേ, ആർക്കെങ്കിലും അറിയാവോ? ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അതേപോലെ തന്നെ ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്നേഹകമാണ്, ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായിട്ട് ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഇനി നോക്കാം, ഈ വിമാനം അതേപോലെ തന്നെ തോണിയൊക്കെ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? ഈ വിമാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിളിയുടെയൊക്കെ ഒരു ആകൃതി അനുസരിച്ചിട്ടല്ലേ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ അത് മെയിനായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിന് ധാരാശേഖിതമാക്കൽ, അതായത് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു കേട്ടോ.
അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ഷേപ്പ് വന്നിട്ടുള്ളത്. അതിനെന്താ പറയുക, സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. അതിൻ്റെ മലയാളം കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ധാരാരേഖിതമാക്കൽ കേട്ടോ, അത് മലയാളം കൂടെ അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് മർദ്ദം വേഗം ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് പോർഷൻസ് തീർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുക. കാരണം പുതിയ SCERT ടെക്സ്റ്റാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. നമ്മൾ പുതിയ ടോപ്പിക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. എല്ലാവരും നല്ല രീതിയിലിരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.